ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കൊരു കുക്കറിലൊരു ബിരിയാണി ചെയ്ത് നോക്കിയാലോ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കുക്കർ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ കുക്കറിലേക്ക് നമ്മൾ ഒരു 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലോ വെളിച്ചെണ്ണയോ, പൊതുവെ ഓയിലാണ് കുക്കിങ്ങിന് നല്ലത് ബിരിയാണിക്കൊക്കെ. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പകുതി സവോള മാത്രം ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വറുത്ത് കോരുക, എന്നുവെച്ചാൽ മൂപ്പിച്ചെടുക്കുക. നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കുക. വറുത്തെടുത്തതിന് ശേഷം അത് കോരി മാറ്റിയിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് മുന്തിരി ഒന്നും കളറ് മാറാൻ പാടില്ല, ജസ്റ്റ് അതൊന്നിങ്ങനെ മൂക്കാനേ പാടുള്ളൂ. കളറ് ചേഞ്ച് ആവാതെ തന്നെ എടുക്കുക. അതുപോലെ അണ്ടിപ്പരിപ്പും തീ കുറച്ചിട്ടിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ജസ്റ്റ് ഒന്നിങ്ങനെ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യുക, അത്രേ വേണ്ടൂ. അടുത്തായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവോള ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം വലുപ്പത്തിലുള്ള 2 സവോളയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ പെട്ടെന്ന് വഴറ്റി കിട്ടാനായിട്ട് നമ്മൾ ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്തിട്ടാണ് വഴറ്റുന്നത്. പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെയാണ്. അതിലാദ്യം വെളുത്തുള്ളി ആഡ് ചെയ്യുക, പിന്നെ ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് എല്ലാ ഭാഗങ്ങളും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ചെറുതായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് തക്കാളിയാണ്, ചെറിയ 2 തക്കാളി അരിഞ്ഞ് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. തക്കാളി ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് പുതിന ഇലയും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ചൊന്നിങ്ങനെ വെന്ത് വരണം. അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെന്ത് കെട്ടിക്കഴിഞ്ഞാൽ, നന്നായിട്ടൊന്ന് വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം കേട്ടോ. മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളകിൻ്റെ പൊടി, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയുടെ പൊടി, ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ മുളക് പൊടി യൂസ് ചെയ്യാറില്ല, അതിന് പകരം നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ ബിരിയാണിയുടെ മണം കുറച്ച് മാറിപ്പോൾ. അപ്പോൾ ആഡ് ചെയ്തത് തൈരായിരുന്നു കേട്ടോ. പിന്നെ ചിക്കൻ നമ്മൾ ഓൾറെഡി മാഗ്നേറ്റ് ചെയ്തായിരുന്നു, അതിൻ്റെ കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയതാണ്, വീഡിയോ ചെയ്യാൻ വിട്ടുപോയതാണ്. ചിക്കൻ മാഗ്നേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, ഒരു ഇത്തിരി സുർക്കയൊക്കെ കൂടിയിട്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യണം നമുക്ക്. ആ മൂപ്പിച്ച് വെച്ച സവോളയിലേക്ക് നമ്മൾ കുറച്ച് ക്യാരറ്റ് ചേർത്ത് വെച്ചതായിരുന്നു കേട്ടോ. നീളത്തിലരിഞ്ഞ ക്യാരറ്റ് ചേർത്ത് വെച്ചതായിരുന്നു അവിടെ കണ്ടത്. ഇനി നമുക്ക് കുക്കർ വിസിൽ വന്ന് നോക്കാം. ഒരു വിസിലായി കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക. അതിനുശേഷം വേറൊരു പാത്രം അടുപ്പത്തോട്ട് വയ്ക്കുക. അതിൽ നമ്മൾ വെള്ളം അളന്നൊഴിക്കുക. അതായത് ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന കണക്കിൽ വെള്ളം അളന്നൊഴിക്കുക. അത് ഒഴിച്ചതിന് ശേഷം അതൊന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ ഉപ്പിട്ട് കൊടുക്കുക. നന്നായി തിളച്ച വെള്ളത്തിലോട്ട് നമുക്ക് കുറച്ച് പട്ട, ഏലക്ക, അതുപോലെ തന്നെ നമ്മുടെ പെരിഞ്ജീരകം ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. 2 കരയാമ്പൂ ഒക്കെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ RKG ആണ് ചേർത്തത്. നെയ്യ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം, ഡാൽഡയൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ RKG യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് ഒന്നും കൂടി തിളച്ച് വന്നാൽ നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തീ നല്ല ഹൈ ഫ്ലെയിം വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വയ്ക്കുക. ഒരു ഇത്തിരി നാരങ്ങയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ വേവിച്ച് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് പോകും. അപ്പോൾ തീ കൂടുതലാണെങ്കിൽ നിങ്ങൾ കുറച്ച് വെക്കണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കണം. അത് ഏതാണ്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം എന്തായി എന്നുള്ളത്. വെന്തിട്ടുണ്ടോ, ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാം. അതൊക്കെ നമ്മൾ പാകത്തിന് ഇടണം കേട്ടോ. അതിനുശേഷം ഇതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിൽ കുറച്ച് വെള്ളം കണ്ടില്ലേ, ഇതുപോലെ ഇത്തിരി വെള്ളം വേണം. ഒട്ടും വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തിരി വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കണം, തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഈ അരി ഏതാണ്ട് ഒരു 80%, 70%, 80% ഒക്കെ ആയാൽ നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഈ ചിക്കൻ്റെ പാത്രം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഈ ചോറ് ആദ്യം മുകളിലത്തെ ചോറ് എന്നുള്ള കണക്കിന് ഈ ചിക്കൻ്റെ മുകളിലോട്ട് നമുക്ക് ദം ചെയ്യാനായിട്ടിടാം. അതിന് വേണ്ടിയിട്ട് ആദ്യം മുകളിലത്തെ ചോറൊക്കെ നമ്മൾ കുറച്ചിങ്ങനെ ഒരു ലെയർ ഇട്ട് കൊടുത്തു.
അതിന് ശേഷം ആ ലെയർ ഇട്ടിട്ട് അതിൽ മല്ലിച്ചപ്പ് പുതിന ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അടുത്ത ലെയർ ചോറിട്ടിട്ട് ഇതുപോലെ മല്ലിച്ചപ്പ് പുതിന അധികം വേണ്ട, മല്ലിച്ചപ്പ് അരിഞ്ഞത്, അതുപോലെ ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന സവോള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ തന്നെ ക്യാരറ്റ് എല്ലാം കൂടിയുള്ള മിക്സ്, അതിൻ്റെ കൂടെ കുറച്ച് RKG ഇട്ട് കൊടുക്കുക, ഒരിത്തിരി ഓയിൽ തടവി കൊടുക്കുക. അതിനുശേഷം വീണ്ടും ചോറിട്ടിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് സെറ്റാക്കി വയ്ക്കാം ഗൈസ്. അതിനുശേഷം ഇത് അടച്ചു കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 15 to 20 മിനിറ്റ് നമ്മളത് അതുപോലെ തന്നെ വയ്ക്കാം, ലോ ഫ്ലെയിമിൽ വയ്ക്കുക. അപ്പോഴേക്കും ഈ നെയ്യൊക്കെ ഉരുക്കി അതിൻ്റെ ഉള്ളിലത്തെ ആവിയിൽ ഇരുന്നിട്ട് ആ ചോറൊന്ന് റെഡിയായി കിട്ടും. എന്നിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിത് തുറന്ന് നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ പുറത്തെടുത്ത് വെച്ച് ചൂടൊക്കെ ആറി തുറന്ന് നോക്കുകയാണ് കേട്ടോ. കണ്ടില്ല, ആവിയൊക്കെ വരുന്നുണ്ട്, കാരണം അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ആ ആവിയിൽ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്തിരുന്ന നെയ്യൊക്കെ ഉരുകി പോയിട്ടുണ്ടാവണം, അതാണ് നമ്മൾ നോക്കുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് ഒരു ട്രയൽ ചെയ്ത ബിരിയാണി ആയിരുന്നു ഇത്, അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് ഇത് ഇളക്കി മാറ്റണമെന്നൊന്നും അറിയാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണത്. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് വെള്ളച്ചോറ് മാറ്റി വെച്ചതിന് ശേഷം അടിയിൽ നിന്ന് മിക്സ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് സെർവ് ചെയ്യാനുള്ള പ്ലാനിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെ ഇളക്കേണ്ടതെന്ന് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയോ അത് സെറ്റാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലായിട്ട് സെർവ് ചെയ്ത വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഇതിൽ നമ്മൾ കച്ചമ്പർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ ബിരിയാണി കഴിച്ചു. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി ഐറ്റം തന്നെയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം ആൻഡ് ഷെയർ ചെയ്യണം.